ഓടിച്ചിട്ടുണ്ട്. ആന അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഉണ്ട്, പൈപ്പ് കുനിഞ്ഞെടുക്കാൻ നോക്കുമ്പോഴാണ് ആന. അന്നേരം ഞാൻ ഇവനെ എടുത്തോണ്ട് ഓടിയത്. ആനനെ മാത്രം പേടിച്ചാ പോരാ, ഇതിനുള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. കാട് തെളിഞ്ഞെങ്കിലേ നമുക്കൊരിതുണ്ട്. ഒരു സ്ത്രീകൾക്ക് ഇതിന്റെ അത് ഒറ്റയ്ക്ക് വരാൻ പറ്റത്തില്ല എന്തായാലും. കണ്ടാൽ തന്നെ ആരും കണ്ടാൽ കുടിക്കൂല. പക്ഷെ എന്ത് നമ്മളെ അവസ്ഥ അതാ. ഇതാണ് ഞങ്ങളുടെ വെള്ളം. ഈ വെള്ളം നിങ്ങൾ കുടിക്കുന്നത്? ഇതാണ്. അത് ഈ വെള്ളം വരുന്നത് എങ്ങനെയാ? ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഈ വെള്ളമാണ് അമർന്നു പോകണം നോക്കണോ? ഇതാണ് ഇവര് കുടിവെള്ളമായിട്ട് എടുക്കുന്നത് കേട്ടോ. കുരങ്ങ് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ പണിയും കയറി വരുമ്പോഴത്തേനും ഒരു സാധനം വെച്ചിട്ടില്ല. എല്ലാം വന്നിട്ട് പിന്നെ തിന്ന് നശിപ്പിച്ച്, അരി വരെ തിന്നിട്ട്, തക്കാളി പച്ചമുളക് ഇങ്ങനെ സാധനം തികച്ചും തിന്ന് നശിപ്പിച്ച്. പിന്നെ പണിയെടുത്ത് പുറത്ത് പണിക്ക് പോയിട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ നശിപ്പിക്കുന്നു. രാത്രിയിൽ പന്നി ആനയും പെരുമ്പാമ്പ് രണ്ടാടിനെ തന്നെ തിന്നു കളഞ്ഞ്. അതെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഒരാന ഇവിടെ നിൽക്കുന്നുണ്ട്, പിന്നെ ഒരാന അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോനെ എന്നാലും വെള്ളം പൈപ്പ് ഇതാക്കുന്നു. ഞാൻ മോനെ വെള്ളം ആക്കണ്ട, പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ അവന് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അവൻ പറഞ്ഞ് അമ്മ പോയിക്കോ, ആന ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടില് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഇതാ വലിയ കനാല് പോലെ കിടക്കുന്നുണ്ട്. ഇതാ ഇതിലെ ആന ഇറങ്ങിയിട്ട് ഇതിനകത്ത് എല്ലാ ആനപ്പെടും. ഇതാ ഞങ്ങള് ആന വരുന്നത് ഇപ്പൊ 2-3 പേര് ഇവിടെ നിൽക്കും, കുറെ ആൾ അവിടെ മടക്ക് പോയി നിൽക്കും ആന വരുന്നുണ്ടോ നോക്കിയിട്ട്. എന്നിട്ടാ ഞങ്ങൾ ഏറെ തള്ളിക്കും അങ്ങോട്ടേക്ക്. ഒരു ഓടി രക്ഷപ്പെടണമെങ്കിൽ ഒരു ഒന്നുമില്ല, ഇവിടെ കാട്ടിന്റെ ഉള്ളിലാണ് നമ്മൾ ഓടി രക്ഷപ്പെടേണ്ടത്. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ വഴി വന്നാലും ആ വഴി വന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഓടക്കാടാ. അപ്പൊ ഇതിലെ ആന കയറി പോയത്. ആന ഇറങ്ങി വന്ന് ഇവിടെ വെള്ളം കുടിച്ചിട്ട് പോകും. അതന്നെ ആനപ്പിണ്ടല്ല. അല്ലല്ല, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അകത്തല്ല ആനപ്പിണ്ട കിടക്കുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആറളം ഫാമിലെ ബ്ലോക്ക് 12-ലാണ്. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു പ്രദേശത്ത് കുടിവെള്ളത്തിനായിട്ട് അതിഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറച്ച് ആളുകളെയാണ്. അവരെങ്ങനെയാണ് കുടിവെള്ളം കണ്ടെത്തുന്നതെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ കുടിക്കാനായിട്ട് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അവരെടുക്കുന്നതെന്നുള്ള ഒരു വളരെ നമുക്ക് ഒരുപക്ഷെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡായിരിക്കും. തികഞ്ഞ കാട്ടാനകളുള്ള ഒരു പ്രദേശം, അതുപോലെ കാട്ടാനകളുള്ള ഒരു പ്രദേശം. സ്ഥിരം ഇവർ ചെല്ലുമ്പോൾ കാട്ടാനകളുടെ മുമ്പിൽ പെടാറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയുള്ള ഏരിയയിൽ നിന്നാണ് ഇവർ വെള്ളം എടുക്കുന്നതെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എന്നെ വിളിച്ച് ഞങ്ങളുടെ ഈ ഒരു അവസ്ഥയൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ രാധ എന്ന് പറഞ്ഞ ചേച്ചിയാണ് എന്നെ വിളിച്ചത്. അതിന് പ്രകാരമാണ് ഞാനിവിടെ വന്നത്. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവർ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലായി. ഏതായാലും നമ്മൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോകാനായിട്ട് പോകുന്നത്. അവരെന്തൊക്കെയാണ് നേരിടുന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ആ ഒരു രൂക്ഷത, അല്ലെങ്കിൽ ആ ഒരു തീവ്രത, അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അതുപോലെ സ്ത്രീകളൊക്കെ വെള്ളം എടുക്കാനായിട്ടൊക്കെ പോകുന്നത് കുട്ടികളെ ചുമന്നുകൊണ്ടാണ്, കൈക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെയാണ് ഈ ആനക്കാട്ടിക്കൂടെ വെള്ളം ധരിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ജീവിതാനുഭവമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അവർ കുടിവെള്ളം എടുക്കുന്ന ആ ഒരു പ്രദേശമൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് ഏതായാലും എപ്പിസോഡിലേക്ക് പോകാം. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് രാധ. ചേച്ചിയോ? എൻ്റെ സാവിത്രി. എൻ്റെ പേര് സബിന. എൻ്റെ പേര് സിന്ധു. ഇവിടുത്തെ ഒരു സ്ഥിതി എന്താ ചേച്ചി? ഇത് ഏതാ ബ്ലോക്ക്? ഏതാ? 12 ബ്ലോക്ക്. ഇവിടെ എങ്ങനെയാ നിങ്ങൾ വെള്ളം എടുക്കാനൊക്കെ? വെള്ളത്തിന്റെ പ്രശ്നമല്ല ഇവിടെ? വെള്ളത്തിന് ബുദ്ധിമുട്ടാ. അപ്പൊ നിങ്ങൾ വെള്ളം അപ്പൊ എവിടുന്നാ എടുക്കുന്നത്? വെള്ളം അതാ വട്ടക്കാട്ടിന് ഉൾക്കാട്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു പോലി. അത് കാടെന്ന് ഉദ്ദേശിച്ചത് ഈ ഫാമിന്റെ പ്രദേശത്ത്. അവിടെ എന്താ കുളമാണുള്ള? അവിടെ പണ്ട് ഒരു കുളമായിരുന്നു. അതിനകത്ത് കുറെ കുഴിയുണ്ട് നമുക്ക് വെള്ളം എടുക്കാൻ തന്നെ. അതിനകത്തോട്ട് ആന ഇറങ്ങും. ആന ഇറങ്ങിയിട്ട് എല്ലാം അവിടെ കാണിച്ചു വെച്ചത് കാണണം. പകൽ സമയത്തും അങ്ങനെ ഉണ്ട് ആണല്ലേ? അപ്പൊ നിങ്ങളപ്പ എങ്ങനെയാ വെള്ളം ചുമന്നോണ്ട് വരുവോ? ഇത് അല്ല, നമ്മളവിടെ പൈപ്പ് ഇട്ടിട്ട്. പക്ഷെ പൈപ്പ് എപ്പോഴും പൈപ്പ് ആനയൊന്നും നശിപ്പിക്കുന്നുണ്ട്. ചവിട്ടി നല്ല വലിച്ചും എത്ര വട്ടം പൈപ്പൊക്കെ എങ്ങനെ നമ്മൾ പുതിയ വാങ്ങിയിട്ട് കൊറേ പേര് എടുക്കണം. 10-15 വീട്ടുകാരാണ് എടുക്കുന്ന കുളം അത്. ഈ പകൽ സമയത്ത് നിങ്ങൾ അവിടെ പോകാറുണ്ടല്ലേ? നമ്മള് 2 1-2 വീട്ടുകാരെ ഒത്തിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ, തനിച്ച് പോകത്തില്ല. ആണല്ലേ? പിന്നെ ആണുങ്ങൾ പണിയും കയറി വരുമ്പോഴേക്ക് രാത്രിയാവും. അപ്പോഴേക്കും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും? പെണ്ണുങ്ങൾ തന്നെ ആയിരിക്കും പോകുന്നത്? പെണ്ണുങ്ങളെ മാത്രം. ഇവിടെ നിങ്ങൾക്ക് അല്ലാണ്ട് മറ്റേ കുടിവെള്ളം എത്തിയിട്ടില്ലല്ലേ? ഇല്ലല്ലേ? വേനൽക്കാലത്ത് അവര് വണ്ടിക്ക് തരും, പക്ഷെ അത് കിട്ടിയെങ്കിൽ കിട്ടിയായി, ഇല്ലെങ്കിൽ വേനൽക്കാലത്ത് ഇതും ഉണ്ടാവൂലല്ലേ? ഇതും ഉണ്ടാവൂല. ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്?
സാറ് വന്നാലറിയാം അവിടെ നോക്കാം. ആണല്ലേ? ആ എന്നാ നമുക്കൊന്ന് ജസ്റ്റ് അത് പണിയും കയറി വന്നെല്ലാം കാട്ടിൻ്റെ ഉള്ളിലൊന്നും കയറാനൊന്നും പറ്റില്ല. ആനയായിരിക്കും, ഇതിലൊക്കെ ആനയായിരിക്കും. ആനയായിരിക്കും അല്ലേ? ഭയങ്കര ശല്യ. വന്ന് നോക്കിയാൽ അറിയാം. 5 പ്രാവശ്യം അതെ, വേനൽക്കാലത്ത് ഒരു 5-8 പ്രാവശ്യം വന്നാലും ഒരു പ്രാവശ്യം വെള്ളമാകും. ഇത് ബ്ലോക്ക് 12 ഇതുണ്ട് റോഡിന്റെ വെള്ളം നോക്കാം അല്ലേ? ഈ റോഡിന്റെ സൈഡ് ഇവിടുന്നാണ് ഇവര് ഈ വഴിക്ക് കയറുന്നത്. ആനപ്പാടാണ്, ഇവർക്ക് വെള്ളമില്ല. വെള്ളം ഇങ്ങനെ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് കുടിവെള്ളം ഇല്ലാന്ന്. മറ്റൊരു വഴി കൂടെ ആയിട്ട് അവർ പോകുന്നത്. അവൻ ആരോട് പറഞ്ഞാലും ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഏകദേശം കുറേ വീടുണ്ട്. ഇതിൽ ഞങ്ങൾ പൈപ്പ് ഇതിലേ പോയേക്കുന്നു. ഇങ്ങനെ പൈപ്പ് പോകുന്നല്ലേ? ഈ പൈപ്പ് കണ്ടോ, ഇതുണ്ടോ? ആ ഇതിനകത്താ പോകുന്നത്. ആ പൈപ്പില് ഇതിനകത്താ പോകുന്നത്. ഓഹോ, അതിപ്പോൾ ഊരി കിടക്കും അല്ലേ? പൈപ്പ് ഇതിലേക്ക് ഉണ്ട് കേട്ടോ. ആന ഇതിലെ ചവിട്ടി ഇറങ്ങുന്നുണ്ട്. ആന ഇതിലും പോകും, പിന്നെ പശുക്കള്, കുരങ്ങ്, പന്നി, ഏറെ തള്ളി വരില്ല വെള്ളം. അതെ അതെ അതെ. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലേ ആന ഇത് ചവിട്ടി ഇത് കളയൂലേ? ഇതിലാണ് ഇറങ്ങുന്നത്. ഇതില് നല്ല സ്മെല്ലുണ്ടല്ലേ? പിന്നെ നല്ല വരാൻ പറ്റൂല. ഞങ്ങൾ ഈ മടക്കിലൊക്കെ ആനനെ കണ്ടിട്ട് ഓടിയിട്ടുണ്ട്. വരാൻ പറ്റൂല. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ വരുന്ന സമയത്ത് 3 ആന അവിടെ, 3 ആന. അങ്ങനെ ഞാൻ അവിടുത്തെ ദിനേശനെ വിളിച്ചു. ദിനേശ ഇവിടെ ആനയുണ്ട്. അങ്ങനെ അവൻ ഓടി വന്ന് നോക്കുമ്പോ ചേച്ചി അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ ആന അതിലാ കയറി പോയത്. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റുകാരെ വിളിച്ചു. ഫോറസ്റ്റുകാർ വിളിച്ച് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് സബിനെ എന്ത് പണിയെടുത്തു, വേറെ ആരോ കുറച്ച് വലിയ ഉദ്യോഗസ്ഥനെ വിളിച്ചു. അപ്പൊ അവർക്ക് വെള്ളമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നതിന് ശേഷം വെള്ളമാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് വെള്ളം കിട്ടിയത്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേനലായാലും മഴക്കാലമായാലും എപ്പം വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ ഇവിടെ വന്ന് വെള്ളമാക്കിയിട്ടാണ് പോയത്. കണ്ടാൽ തന്നെ ആരും കണ്ടാൽ കുടിക്കൂല. പക്ഷെ എന്ത് നമ്മളെ അവസ്ഥ അതാ. ഇതുണ്ടോ, ഇവിടെ വന്നിട്ടാണ് ഞാൻ നേരത്തെ വെള്ളം അങ്ങോട്ടേക്ക് ഏറെ തള്ളിച്ചു വിട്ടു പൈപ്പ് നന്നാക്കി അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ കലക്കും വെള്ളം കണ്ടാൽ ആരും കുടിക്കൊന്നുമില്ല. അതെ നമ്മളെന്തൊരു അവസ്ഥയെ വിളിച്ചു കൂയാലും കേൾക്കാൻ ആരുമില്ലല്ലേ? കൂകിയാലൊന്നും കേൾക്കാനൊന്നും ആവില്ല. അവിടെ നിങ്ങളുടെ വീട് എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരമില്ലേ? ഉണ്ട്. ഇതല്ലേ, ഇതുണ്ടോ? ഇതാ ഞങ്ങള് ആന വരുന്നത്. ഇപ്പൊ 2-3 പേര് ഇവിടെ നിൽക്കും, കുറെ ആൾ അവിടെ മടക്ക് പോയി നിൽക്കും ആന വരുന്നുണ്ടോ നോക്കിയിട്ട്. എന്നിട്ടാ ഞങ്ങൾ ഏറെ തള്ളിക്കും അങ്ങോട്ടേക്ക്, അങ്ങോട്ട് തള്ളിക്കും. അല്ലെങ്കിൽ വരൂല വെള്ളം. പകലും ഉണ്ടാകാൻ സാധ്യത. മടക്കിലൊക്കെ ആനയുണ്ട്. അവിടെ ഓടക്കാടാ. അപ്പൊ ഇതിലെ ആന കയറി പോയത്. കുളം കണ്ടാ നിങ്ങൾ കുടിക്കൂല സത്യം പറഞ്ഞാല്. പക്ഷെ നമ്മളെ അവസ്ഥ അതാ. അതന്നെ, ഞങ്ങൾക്ക് പല രോഗമുണ്ടെന്ന് പറയൂ ആൾക്കാര്. സത്യങ്ങൾ വന്നാലറിയാം. ഇത് ഞങ്ങൾ എത്ര നാൾ കൊണ്ട് ഇത് കാണിക്കണം എന്ന് ഞങ്ങൾ ഓർത്തേക്കുന്നറിയാം. കാരണം ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടണം. കുടിവെള്ളം ഇല്ലാണ്ട് എങ്ങനെ ഞങ്ങൾ ജീവിക്കൂ? അത് ഫാമില് പണിയും കയറി വന്നിട്ട് ഇതുണ്ടോ, ഈ ആനപ്പിണ്ടം കണ്ടോ? ഇതാ കണ്ടോ, ചെളിയിലാണ്ട് പോലെ. ഇതാ ഞങ്ങള് വൈകിട്ട് വന്ന് വലിച്ചു മൊത്തം എറിയും. അങ്ങനെയാണ് നമ്മളെ അവസ്ഥ. അതെ, അങ്ങോട്ടെല്ലാം വലിച്ചിട്ട് പോകും. ഇത് TRDMന്റെ ഏരിയ. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് വെള്ളമില്ല. ഇവിടെ ഞങ്ങളെ പറമ്പിലൊന്നും കുത്തിയ ഞങ്ങളെ പൈസക്കൊന്നും ആവൂല. ഈ 10-15,000 രൂപ തന്നിട്ട് എവിടെ ആകാനാ ഇത്? സമ്മതിക്കണം. ഞങ്ങൾക്ക് സ്ഥലം തന്നിട്ട് എന്താ കാര്യം? ഒരേക്കർ സ്ഥലം തന്നിട്ടുണ്ട്, പക്ഷെ കുടിവെള്ളമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. ഇതാണ് ഞങ്ങൾ കുഴി. ഇതാണ്ടോ? ഇതാ വലിയ കനാല് പോലെ കിടക്കുന്നുണ്ട്. ഇതാ ഇതിലെ ആന ഇറങ്ങിയിട്ട് ഇതിനകത്ത് എല്ലാ അതിലിറങ്ങാം. ഇത് ഓരോരുത്തരും കുഴിയാ. ഇത് ഇങ്ങനെ വട്ടത്തില് വേനലായാലും ഇതൊന്നും ഉണ്ടാവൂല. ഈ ചുറ്റുവട്ടം ഇങ്ങനെ ആനയായിരിക്കും സാറേ. ഒരു വട്ടം നമ്മളിങ്ങനെ വെള്ളം വന്നപ്പോ എന്റെ മോനും കൂടി വന്നായിരുന്നേ. അപ്പോ ഒരു ആന ഇവിടെ നിൽക്കുന്നുണ്ട്, പിന്നെ ഒരു ആന അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എന്നാലും വെള്ളം പൈപ്പ് ഇതാക്കുന്നു. ഞാൻ മോനെ വെള്ളം ആക്കണ്ട, പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ അവന് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അവൻ പറഞ്ഞ്, അമ്മ പോയിക്കോ, ആന ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന നോക്കിയാൽ മതി എന്ന് പറഞ്ഞു.
അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടില് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഇനി അനുഭവിക്കും പോകുന്നേ ഉള്ളൂ. വേനൽക്കാലായാലും ഇതും ഉണ്ടാവൂല. അതെ അതെ അതെ. ആ ചേച്ചി നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാ? ഞങ്ങളിപ്പോ സ്ഥലം കിട്ടിയിട്ട് തന്നെ 10 ശരിക്കും 10 15 വർഷമായിട്ട് നിങ്ങൾ വെള്ളം ഇവിടെ നടക്കുന്നത്? ഇത് തന്നെ ഞങ്ങൾക്ക് എവിടെ കിട്ടൂല വെള്ളം. ഇത് തന്നെ അത് നൂല് പോലെ വരുള്ളൂ. ഇത്രയും മഴ പെയ്യുന്ന സമയമായിട്ട് പോലും അതന്നെ ഇത് മഴ കഴിഞ്ഞു. മഴ പോയാ പോയി. ഇന്ന് ഞങ്ങൾ ഇതൊക്കെ നന്നാക്കും, താഴ്ത്തിയിട്ട് എന്താ പിന്നെ ഞങ്ങൾ 8-9 മണിക്കൂർ താഴ്ത്തിയാണ് ഇത് ഇത്രയും കുഴിയായേ? അല്ല, ഇത് താഴോട്ടേക്ക് ഫാമിന്റെ ആൾക്കാര് അങ്ങോട്ട് വെള്ളം നനയ്ക്കാൻ. അല്ല, ആദ്യം ഞങ്ങൾക്ക് സ്ഥലം കിട്ടുന്ന മുന്നേ പിന്നെ അവര് അന്നേരം താഴോട്ടേക്ക് വെള്ളം നനയ്ക്കാൻ അവരുടെ സ്ഥലമല്ലേ വെള്ളം നനച്ചത്. അങ്ങനെ ഞങ്ങള് പട്ടയം കിട്ടിയതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഇത് ഡാം പോലെയായി. ഞങ്ങൾ ഓരോരോ കുഴി കുഴിച്ചിട്ട് ഓരോരുത്തർക്ക് വേണ്ട വീട്ടുകാര് അങ്ങനെ കൊണ്ടുപോകും. അല്ലാണ്ട് ഒന്നിന്റെ അകത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അടി നടക്കൂ. വെള്ളം കിട്ടൂല. പിന്നെ എന്റെ പൈപ്പിൽ വെള്ളമില്ല. അങ്ങനെ എല്ലാവർക്കും വരും. പ്രധാനപ്പെട്ട സംഭവം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായത്. പിന്നെ താപ്പോട്ട് നമുക്ക് ഭക്ഷണം ഒന്നും കിട്ടില്ലെങ്കിൽ വെള്ളം മര്യാദ കിട്ടിയാൽ മതി. ചേച്ചിയൊക്കെ ഈ കൊച്ചിനെ കൊണ്ടാണ് പിന്നെ എന്റെ ദൈവമേ, ഇത് ഇപ്പല്ലേ വലുതായത്. 4 കൊച്ചുങ്ങളുടെ അവക്ക്. ചേച്ചി എന്താ പറഞ്ഞേ? ഗർഭിണിയായപ്പോ ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ടല്ലേ ഓടി രക്ഷപ്പെട്ടതാ. അതെ, ഞാൻ കെട്ടിയാൻ വരാൻ വേണ്ടി 5-6 മണി വരെ കാത്തു നിന്നു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ചു. അവര് വന്നിട്ട് എനിക്ക് വെള്ളാക്കി തന്നു. ഇവിടെ ഫോണിന് റേഞ്ച് ഒക്കെ ഉണ്ടോ? റേഞ്ച് ഉണ്ടല്ലേ? എടുക്കാൻ തോന്നൂല. അതെ അതെ അതെ. കാണുമ്പോ എന്ത് ഫോണല്ലേ. പിന്നെ പൈപ്പിൽ വെള്ളം ഇതിന്റെ അപ്പുറത്ത് ഉണ്ടാവൂലേ? എന്തായാലും ഉണ്ടാകും. അവിടെ ഒരു വെള്ളച്ചാല. ആന ഇറങ്ങി വന്ന് ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് പോകും. അതന്നെ ആനപ്പിണ്ടുണ്ട്. അല്ലല്ല, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അകത്തല്ല ആനപ്പിണ്ട കിടക്കുന്നത്. അങ്ങോട്ടും ഇറങ്ങി നോക്കിക്കേ ഇത് നമ്മളെ അവസ്ഥ. ഞങ്ങൾക്കൊന്നും വേണ്ട, വെള്ളം കുടിവെള്ളമായി. ഒരു ജലനിധി ആണെങ്കിൽ അതില്ല. ജലനിധിയിൽ വെള്ളമാണെങ്കിൽ കലക്കും വെള്ളം വന്നോണ്ടിരുന്നു, അതും ഇല്ല. പിന്നെ എന്താ ചെയ്യാ? നമ്മൾ ഇതെങ്ങനെയും പരിഗണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ. ഇന്നലെ രാത്രി വന്നിണ്ടാവോ? വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് താഴേക്ക് ഇറങ്ങൂല. വല്ലാത്തൊരു സ്ഥലം തന്നെ കേട്ടോ. അതൊക്കെ ആറ് വീട്? ആ ദൂരെ കാണുന്നത് അതല്ലേ ഇവരെ വീട്. അതായത് 1/2 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. ഇതിന്റെ മണ്ടയിലുള്ള ആളുണ്ടായിരുന്നു. എല്ലാരും പോയതാ, വെള്ളമില്ല. പിന്നെന്താ? ആണല്ലേ? ഉണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഉണ്ടോ? ഈ വെള്ളമാണ് അമർന്നു പോണോ നോക്കണം. ഇതാണ് ഇവര് കുടിവെള്ളമായിട്ട് എടുക്കുന്നത് കേട്ടോ. കാല് താന്നു പോന്ന് നോക്കണം. അതെ അതെ അതെ. ഇതാണ്. ഇതുണ്ടോ അരി പോലെ വരുന്നുണ്ടോ? അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ താന്നു പോവും. ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട്. ഈ വെള്ളമാണ് ആനകൾ ഉപയോഗിക്കുന്ന അതേ വെള്ളമാണ് ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ? അതും ഒരു വലിയ കഷ്ടമാണ്. ഒന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവർ ഈ ആനക്കാട്ടിൽ കൂടെ വന്നിട്ട് വേണം ഇത് കിട്ടാനായിട്ട്. അതിൻ്റെ കൂടെ ആനകൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആന ഒരുപക്ഷെ കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതാ ഇവിടെ തന്നെ നമുക്ക് കാണാം. ആനപ്പിണ്ടം കാണാം, അതുപോലെ മൂത്രമൊഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമാണ് ഇവർ കുടിക്കാനും കൂടെ എടുക്കുന്നത്. അപ്പോൾ ചില ദിവസമൊക്കെ ഇത് കലങ്ങിയായിരിക്കുമല്ലോ കിടക്കുന്നത്? മഴക്കാലത്ത് കുടിക്കാൻ ആണല്ലേ? അല്ല, ആന കലക്കൂലേ? ആന കലക്കൂലേ? ഇതിലെ അതിലെ അങ്ങനെ കയറൂല്ലേ? ഓഹോ. ചിലപ്പോ വേനൽക്കാലത്ത് അതും തുമ്പയിട്ട് കുടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വെള്ളം ചുമന്ന് കൊണ്ടുപോകുന്നേ. സത്യം സത്യം സത്യം. ഇതിലെ വരുമ്പോ നേരെ ആനയുടെ മുമ്പിൽ ചെന്ന് പെട്ടല്ലേ? ഞങ്ങള് 1-2 വട്ടം പെട്ടു. അല്ല, അവര് നിങ്ങളെ അന്വേഷിച്ചു വന്നാ? അല്ല, അവരിങ്ങനെ പുല്ലിനോ. ഈ വഴി ഇങ്ങനെ മുന്നോട്ട് പോയാലോ? ഇത് പണ്ട് ഫാമിന്റെ റോഡായിരുന്നു. ആണല്ലേ? ഇത് റബ്ബറെല്ലാം മുറിച്ചിട്ടാണ് ഈ കാടായി കിടക്കുന്ന ഇപ്പൊ. ഇതെല്ലാം ഫാമിന്റെ പിന്നെ റബ്ബർ തോട്ടായിരുന്നു. ഇതൊക്കെ മുറിച്ച് വെറും വട്ടക്കാടാക്കി വെച്ചിപ്പോ. അന്നേരം റബ്ബർ ആകുമ്പോ നമുക്ക് വരാൻ നല്ല എളുപ്പമായിരുന്നു. ആൾ പെരുമാറ്റമുണ്ട്. ഇനി ഇതെല്ലാം വരും. എന്താ? അതെ,
അതായത് ഇപ്പം ചേച്ചിമാർ പറഞ്ഞ പോലെ തന്നെ ഇവർ ഒരുമിച്ച് വരുമ്പോൾ ഒരാൾ ആ ഭാഗത്തും അങ്ങനെ ഓരോരുത്തരായിട്ട് പല ഭാഗത്തു നിന്ന് നിരീക്ഷിച്ച് ആനയുണ്ടോ എന്നൊക്കെ നോക്കി വെച്ചിട്ടൊക്കെയാണ് ഇവർ ഈ ഒരു പൈപ്പ് ശരിയാക്കാനായിട്ടും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടതാണ്. വളരെ ഭീകരമായ ഒരു സ്ഥലം. നമുക്ക് പകൽ നടന്നു പോകാൻ ഇത്രയും പേടി. അപ്പോൾ ഈ സ്ത്രീകൾ ഒറ്റയ്ക്ക് ഇതിലെ നടന്നു പോകാമെന്ന് പറയുമ്പോൾ തന്നെ എന്തൊരവസ്ഥയാണെന്നല്ല. ഇതാ ഈ ചേച്ചിയൊക്കെ കൊച്ചിനെ കൊണ്ടാണ് പോകുന്നത്. ചേച്ചി ഇപ്പോൾ ഇതിന് മുന്നേ ഈ കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ ഓടിച്ചിട്ടുണ്ടല്ലേ? ആനയുണ്ട്, വന്നിട്ടുണ്ട്, ഓടിച്ചിട്ടുണ്ടല്ലേ? ഓടിച്ചിട്ടുണ്ട്. ആന അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഉണ്ട്. പൈപ്പ് കുനിഞ്ഞെടുക്കാൻ നോക്കുമ്പോഴാണ് ആന. അന്നേരം ഞാൻ ഇവനെ എടുത്തോണ്ട് ഓടിയത്. അന്ന് വൈകിട്ടാണ് പിന്നെ ഫോറസ്റ്റുകാർ വന്നിട്ട് വെള്ളമാക്കി തന്നത്. ആണല്ലേ? അതായത് നിങ്ങൾക്ക് പിന്നെ പോകാൻ പറ്റാതെ വരുമ്പോൾ ഫോറസ്റ്റുകാരുടെ സഹായം വിളിക്കൂലേ? വേറെ ആരും കാണത്തില്ല. വിളിച്ചാലൊന്നുമില്ല. അത് 1-2 വട്ടം വന്നില്ലുള്ളൂ. അത് ഓടിക്കുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ വെള്ളത്തിനായിട്ട് അവർ വന്നില്ലല്ലോ. ഞാൻ വിളിച്ചിട്ട് വന്നത് ഗർഭിണിയായപ്പം വിളിച്ചപ്പം വന്നിട്ടുണ്ട് അവര്. ഫാമിൽ പഠിച്ചു പോകുന്ന ഒരാളാണ്. അപ്പൊ അവന് 7 മണിയാകും വരാന്. പിന്നെ എങ്ങനെ 4 മക്കൾക്ക് കുളിക്കുകയും വേണം, അലക്കുകയും വേണം, കുടിക്കുകയും വേണ്ടേ? എന്താ ചെയ്യാ? അതുകൊണ്ട് പിന്നെ ഫോറസ്റ്റുകാർ വിളിച്ചു. അത് ഫോറസ്റ്റുകാർ വരുന്നില്ല. അപ്പൊ ഇവളെവിടെയോ വിളിച്ചു. അങ്ങനെ അവര് മേലെയുള്ള ആളെ വിളിച്ചപ്പോഴാണ് അവര് വന്നത്. അല്ലാതെ അവര് വന്നില്ല. അവര് റോങ് ആയിട്ട് അവർ ഫോൺ വെക്കും. ഒരു ഓടി രക്ഷപ്പെടണമെങ്കിൽ ഒരു ഒന്നുമില്ല. ഇവിടെ കാട്ടിന്റെ ഉള്ളിലാണ് നമ്മൾ ഓടി രക്ഷപ്പെടേണ്ടത്. ഇവിടെ ഈ ചുറ്റുവട്ടം മൊത്തം ഒരു വീട്. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ വഴി വന്നാലും ആ വഴി വന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പൈപ്പാണെങ്കിൽ ഏറെ കളിച്ച് ചിലപ്പോ അന്ന് കിട്ടിയെന്നും വരൂല. നമ്മളിവിടെ സ്ഥലം കിട്ടിയതിന് ശേഷം നമ്മൾ വെള്ളത്തിന് മാത്രം നമ്മളിങ്ങനെ പറഞ്ഞോളൂ. വേറെ ഒന്നിനോട് നമ്മൾ വാശി പിടിക്കുന്നില്ല. നമുക്ക് കുടിവെള്ളം വെള്ളമാണ് അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഇതിൽ ഇങ്ങോട്ട് വരേണ്ടി വരുന്നത് അല്ലേ? ആനനെ മാത്രം പേടിച്ചാ പോരാ. ഇതിനുള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പൊ ആനനെ മാത്രം പേടിച്ചാ പോരാ. ഈ കാട് തെളിഞ്ഞെങ്കിലേ നമുക്കൊരിതുണ്ട്. ഇവിടെയൊക്കെ കാണുന്ന തെളിച്ചാലല്ലേ? ഒരു സ്ത്രീകൾക്ക് ഇതിന്റെ അത് ഒറ്റയ്ക്ക് വരാൻ പറ്റത്തില്ല. എന്തായാലും വെട്ടി തെളിക്കണം. ഇത് ഇങ്ങനെ റബ്ബർ ആകുമ്പോ എല്ലാരും ആൾ പെരുമാറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ എല്ലാം തെളിച്ച് വെറും വലിയ വനാക്കി വെച്ചില്ലേ. ഇനി എന്ത് ചെയ്യാ? ഇനി ഒരു 5 കൊല്ലം കൂടി ആകുമ്പോ മൊത്തം ഇങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ ഇത്ര ഈലും കടകെട്ടതായിരിക്കും. ഒരു പൊക്കത്തില് ഒരു കല്ല് വരെ കെട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ ആന ഇറങ്ങാത്ത രീതിയിലാക്കല്ലേ? വേനൽക്കാലായി കഴിഞ്ഞാൽ ഇനി പശുക്കൾ വരെ ഇതിനകത്ത് ഇറങ്ങും. പശുക്കുട്ടി വരെ ഇതിനകത്തോട്ട് വീണു. പശുക്കുട്ടി, ആട്ടുംകുട്ടി എല്ലാം കുഴിയിൽ വീണിട്ടുണ്ട്. വല്ലാത്ത ബുദ്ധിമുട്ടാകുന്നുണ്ട്. എല്ലാരും വെള്ളത്തിന് പോകുന്നതായിരിക്കും. എല്ലാരും വെള്ളത്തിന് വേണ്ടി ചെല്ലുന്ന. ഇതാണ് കേട്ടോ ഇവരുടെ കുടിവെള്ളത്തിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഓരോ കൂട്ടം വെച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ നോക്കാം ഇതല്ലാതെ വേറെ ഒന്നും അവർ പറയൂല. അല്ലെ ഇവിടെ വന്ന് നോക്കൂ ഒന്നും ഇതുവരെ അവർ ചെയ്തിട്ടില്ല. അവർ വരൂല. അവര് ബോട്ടൊക്കെ ആകുമ്പോഴേക്ക് എല്ലാരും വരും. അതാക്കി തരാം ഇതാക്കി തരാൻ വേണ്ടി. അല്ലാണ്ട് കുടിവെള്ളത്തിന്റെ വരുമ്പോൾ ഒരാളും വരൂല. അതുപോലെ നമ്മൾ ഇതിന്റെ അകത്ത് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലായിടത്തും ചെല്ലുമ്പോൾ കുടിവെള്ളത്തിന്റെ പരാതിയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ അവര് വരൂല എന്തായാലും. അല്ലെ ഇവിടെ ഉള്ള മെമ്പറോ പൈപ്പ് ഇടുന്നുണ്ടെന്ന് തോന്നില്ല. അതിപ്പോ ജപ്പാൻ കുടിവെള്ളത്തിന്റെ അല്ല ഇവിടെ എത്ര ആൾക്കാരുണ്ട്. എന്നാലും ആരെങ്കിലും മേലുദ്യോഗസ്ഥർ ഒന്ന് വന്ന് നോക്കണം. നമ്മൾ ഇത്രയും പരാതി പറയുമ്പോ അവരൊന്ന് വന്ന് നോക്കണ്ടേ കുഴി എങ്ങനെ ഇരിക്കുന്നു. അവരിതുവരെ വന്നിട്ടില്ല. അവര് ഇത്രയും പേര് നിങ്ങളെ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണല്ലോ അല്ലെ? തന്നെ അറിയില്ല അത് വൃത്തിയും മെനയും ഇല്ലാത്തൊരു വെള്ളം. പക്ഷെ എങ്കിൽ വൃത്തിയോട് കൊണ്ടാ കുടിക്കുന്നേ. ഈ പിള്ളേർക്കൊക്കെ ഇത് എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരുമല്ലോ. പിന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്. ചൂടാക്കിയിട്ട് മാത്രമേ കുടിക്കുന്നുള്ളൂ. അല്ലാണ്ട് എന്താ ചെയ്യാ? അത് മഴ പെയ്താ പിന്നെ അങ്ങനെയല്ല ഒലിച്ചിറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കലക്കം വെള്ളം കുടിക്കാൻ പറ്റില്ല. നേരത്തെ പിടിച്ച് വെച്ച വെള്ളമാണെങ്കിൽ ഒലിച്ചിറങ്ങുന്ന പിന്നെ സഹിക്കാം. ആന വന്നിട്ടില്ലേ? ഇതൊക്കെ ആനപ്പിണ്ടോ എല്ലാം കിടക്കുന്നത്. അവര് വെള്ളം എടുക്കുന്നില്ല. പിന്നെ എത്രയോ മഴവെള്ളം കുടിച്ചിട്ടുണ്ട്. ഈ വാർപ്പിന്റെ മുകളിൽ വെള്ളം വരൂലേ, അതിനെ കൊണ്ടാ ഞങ്ങൾ ഒപ്പിക്കുക. പിന്നെന്താ ചെയ്യാ? വാർപ്പിന്റെ മുകളില് മഴവെള്ളം പിടിച്ചിട്ട് അല്ലാണ്ട് എന്താ ചെയ്യാ? മഴക്കാലത്ത് അങ്ങനെയൊക്കെ മഴക്കാലത്ത് അങ്ങനെ, വേനൽക്കാലത്ത് പിന്നെ ഒട്ടും ഉണ്ടാവൂല. വേനൽക്കാലം നമ്മളിങ്ങനെ സ്വന്തം മുന്നോട്ട് വന്നതാണ് ഒരു 5 പ്രാവശ്യം വെള്ളത്തിന് വന്നാലേ ഒരു പ്രാവശ്യം വെള്ളം ആവുള്ളൂ. 5 പ്രാവശ്യമെങ്കിലും വരണല്ലേ? അത്രയ്ക്കും ബുദ്ധിമുട്ടായിരിക്കും. അവരല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇത് ചാനലും എല്ലാം ഇടും. ഇത് നമ്മളെപ്പോലത്തെ കുടിവെള്ളത്തിന് അവർ അങ്ങനത്തെ ഒന്നും ഇടുവൊന്നുമില്ല. ഞാൻ എത്ര നാൾ കൊണ്ട് ഈ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമുക്ക് ഇത് ആർക്കൊന്ന് കാണിച്ചോളൂ. കഴിഞ്ഞ സാധനം വന്നിട്ട് ഭയങ്കര നാശമായിരുന്നു ഞാൻ വന്ന് നോക്കുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് ഇത് ആർക്കെങ്കിലും പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ചേച്ചി പറഞ്ഞത് നമുക്ക് ഇതുപോലെ ചെയ്യാന്ന് പറഞ്ഞത്. അങ്ങനെ വിളിക്കേണ്ടി വന്നു. നാട്ടിലൊന്നും സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത്രയും ബുദ്ധിമുട്ടുള്ളടുത്ത് നമ്മൾ വന്ന് താമസിക്കുന്നത്. അപ്പം ഈ കുടിവെള്ളം ഇങ്ങനെ ശാശ്വതാക്കി തന്നിട്ടുണ്ട് നമുക്കൊരു വലിയൊരു ഉപകാരമായിരുന്നു. ചേച്ചി എന്താ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ടോ? ഞാൻ ആശാവർക്കർ. പുറത്ത് ജോലിക്ക് പോയിട്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൂടെ അല്ലേ വൈകുന്നേരം ആകുമ്പോ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ അല്ലേ?
എവിടെയെങ്കിലും ഇറങ്ങി പോകാൻ പറ്റുമോ വെള്ളമില്ലാണ്ട്? പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അയ്യോ വെള്ളമില്ല എന്നുള്ള പേടി ആദ്യമാണ്. ഇതെല്ലാം ശേഖരിച്ചിട്ടേ അങ്ങ് പോകാനോ. ഞാൻ ഫാമിൽ പണി എടുക്കുന്നതാ. ഈ താളിപ്പാറ ഭാഗത്തല്ലേ ഇന്നാളെ മറ്റേ ബൈക്കിൽ പോയ ആൾക്കാരൊക്കെ ആന ഓടി ആക്കിയത്? ഇവിടുന്ന് വരുന്ന സ്പീഡൊന്നും ഇല്ല. ഈ റോഡ് മുറിച്ച് കയറുന്നത് ഞങ്ങൾക്ക് വെള്ളം നൂലുപോലെ വരുന്നുള്ളൂ. അത് ഒരു ബക്കറ്റ് നിറയണ്ടിക്കലോ ഒരു 10-20. പക്ഷെ അതാ ഞങ്ങൾക്ക് സങ്കടവും. ഞാൻ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ കലക്ക് വെള്ളം ഇത്രയും നമ്മള് ഈ ചേച്ചിമാരുടെ അവരുടെ വിഷമം കേട്ടോ. അവര് നമുക്കറിയാം കുടിവെള്ളം എന്ന് പറയുന്ന സാധനം എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെള്ളമില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെയാണ് ഇവർ ഈ കുടിവെള്ളം. ഇതാ കുടിവെള്ളം. ഇതാണ് ഞങ്ങളുടെ വെള്ളം. അതൊക്കെ വെള്ളം അല്ലേ? ഈ വെള്ളം നിങ്ങൾ കുടിക്കുന്നത്? ഇതാണ്. അത് ഈ വെള്ളം വരുന്നത് എങ്ങനെ അങ്ങോട്ട് താഴോട്ടേക്ക് അങ്ങോട്ട് വരൂലല്ലേ? ഈ ശക്തിയിലൊന്നും ഉണ്ടാവില്ല അങ്ങോട്ടേക്ക്. ഓരോരുത്തരുടെ പൈപ്പ് ഓരോന്നായിരിക്കും അല്ലേ? താഴെ ഞങ്ങളിങ്ങനെ ഞങ്ങൾ 2 വീട്ടുകാരെ ഇങ്ങോട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ഇവർക്ക് ഇത് താഴോട്ടായിട്ട് കുറച്ചങ്ങ് സ്പീഡ് ചെയ്തു. നമുക്ക് അതുപോലും ഇല്ല. ഓരോരുത്തരുടെ ആവശ്യത്തിന് വീട്ടിലേക്ക് പൈപ്പ് ഇട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. പക്ഷെ ആന ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ എത്ര കുടുംബം ഇവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട്? 10-20 കുടുംബങ്ങളുണ്ട്. 20 കുടുംബത്തിന്റെ വെള്ളം കൂടി ഇതാണ് കേട്ടോ. അവരുടെ വെള്ളത്തിന്റെ അവസ്ഥ ഇതാണ്. ആന ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടിപ്പോയതാ പൈപ്പ്. ഇങ്ങനെ ഏറ് തള്ളി അല്ലേ? അതെ. ആന മാത്രല്ല പശുക്കളും ഉണ്ട് ഇതിനകത്ത്. ആനയും പശുക്കള് ആടുകള് ചവിട്ടു കേട്ടോ. നമ്മള് കുഴീന്റെ മേളിൽ പോണം. എന്നിട്ട് നമ്മളവിടുന്ന് ബക്കറ്റ് വെച്ച് കോരി ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഏറ് തള്ളിച്ചെങ്കിലേ വെള്ളം വരത്തുള്ളൂ. ഇവിടെ വീടാക്കാളും വേണ്ടത് കുടിവെള്ളമാണ്. കാരണം എത്രയോ വീട് ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ആളില്ല. വെള്ളമില്ലായിട്ടായിരിക്കും. എന്നാലും ആ വീട് തരുന്ന പൈസക്ക് ഒരു കുടിവെള്ളം തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ. 15,000 രൂപയ്ക്കെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഈ മണ്ടക്ക് കിണർ വയ്ക്കൂ? കുറച്ച് ഞങ്ങളുടെ അടുത്ത് കൂട്ടിയിടാനൊന്നുമില്ല. പിന്നെ എന്താ ചെയ്യുക ഞങ്ങൾ? ഇവരോട് പറഞ്ഞാൽ വോട്ടെല്ലാം ആകുമ്പോൾ പറയും ശരിയാക്കി തരാം. പക്ഷേ എങ്കിൽ ഒരാളും കയറി വരാൻ ആരും ഉണ്ടാകൂല, വെള്ളം ഉണ്ടാകൂല. നമ്മളെ അവസ്ഥ ഇതാണ്. എന്താ ചെയ്യുക? ഇത് ഞങ്ങൾ അന്ന് വേനലാകുമ്പോൾ ഞാൻ ഇവളും കുറേ ആളും കൂടി വായിക്കിയതാണ് ഇത്. അല്ലെങ്കിൽ ഇത് മൊത്തം വട്ടക്കാടായിരുന്നു. ഇങ്ങനെ ഇതായിട്ട് റോഡ് പോലും കാണില്ല. ഇത് പോകുന്നില്ല. ഫാമിന്റെ അല്ലേ, ഫാമിന്റെ റോഡ് പിന്നെ റബ്ബർ ഉള്ളേരം ഇതിനകത്ത് കൂടെ ഇങ്ങനെ വണ്ടി വരും. ഇപ്പം വരുന്നില്ല. ഇപ്പൊ വട്ടക്കാടായില്ലേ, ഫോറസ്റ്റുകാർ വരും. ഇപ്പം അല്ലാണ്ട് ആരും വരില്ല. റബ്ബർ ഉണ്ടാവും പിന്നെ ആദ്യം വരുമായിരുന്നു ഇവിടെ. എന്നിട്ട് ഇതൊക്കെ ഇവിടെയൊക്കെയാ പകുതിയും പോകുന്നു. പല സ്ഥലത്തും പൊട്ടി ഇതാ ഈ പൈപ്പ് മേടിച്ച് ഞങ്ങൾ മുടിഞ്ഞു. പൊട്ടിക്കും. പിന്നെ വേനലായ കുടിവെള്ളം ഇല്ലാത്തോടെ കൂടെ കുരങ്ങ് പറിച്ച് പൊട്ടിക്കുവേ. അപ്പൊ ഇത് എവിടെയാന്ന് ഞങ്ങൾ തപ്പി നടക്കണം. അപ്പൊ ചെറിയൊരു ഇത് പോയി കഴിഞ്ഞാൽ ഏറെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലോട്ട് വെള്ളം വരൂല. കടിച്ച് എല്ലാം പൊട്ടിക്കും. അപ്പൊ പിന്നെയും 100-700 രൂപ കൊടുത്തിട്ട് പിന്നെ ഒരു റോള് മേടിക്കണം. ഇപ്പൊ 1000 ആയി. ഇനിയിപ്പോ വേനൽക്കാലത്തെ അവസ്ഥ എന്താന്ന് ആർക്കറിയേ? ദൈവമേ, മുള്ളാണേ. ആ റോഡ് വരുമ്പം തന്നെ ഞങ്ങൾ എന്നിട്ട് ആ ടാറിങ്ങിന്റെ ഉള്ളിലായി പൈപ്പ് ഇട്ടേക്കുന്നത്. അതന്നെ പാമ്പിനെയും പേടിക്കണല്ലേ? പിന്നെ പാമ്പുണ്ട്. പിന്നെ ഇവര് ആടിനെല്ലാം എത്രയോ ആടിനെ കാണാണ്ടായിട്ടുണ്ട്. പെരുമ്പാമ്പ് പിടിച്ചു. ഇതാ അവിടെയൊക്കെ ആളുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരില് പിന്നെ ചുമന്നിട്ടാ വെള്ളം കൊണ്ടുപോകുന്നത്. പക്ഷെ അവരെല്ലാം ഇവിടുന്ന് പോയി. കുടിവെള്ളം ഇല്ലല്ലോ, എല്ലാരും പോയി. എന്നിട്ട് ഇവര് പറയും താമസിക്കാത്തതോടെ കൊണ്ട് എങ്ങനെ കുടിവെള്ളം ഇല്ലാണ്ട് താമസിക്കും ഇവിടെ, എല്ലാരും താമസിക്കായിട്ടാണ് പിന്നെ ആന വരുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറയും. പക്ഷെ എങ്കിൽ ഈ കുടിവെള്ളം ഇല്ലാത്തടത്തിൽ എങ്ങനെ താമസിക്കൂ? എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേറെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. എല്ലാവർക്കും സ്ഥലം കൊടുക്കും. നമ്മളോട് പറയും നിൽക്കാൻ കഴിയില്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ പുറത്തുള്ള വീട് പോലെ ഞങ്ങൾക്ക് ഇട്ടിട്ട് പോകാനും പറ്റൂല. കാരണം പിന്നെ വരുമ്പോ ഇതുണ്ടാവൂല, വീടുണ്ടാവൂല, വേറെ ആരെങ്കിലും കയ്യേറി നിൽക്കും. പിന്നെ എന്താ ചെയ്യാ ഞങ്ങള്? അങ്ങനെ നമ്മളെ അവസ്ഥ ഇവിടെ. അതുകൊണ്ട് നാട്ടിലാണെങ്കിൽ പോകാനൊരു സ്ഥലവും ഇല്ല. പിന്നെന്താ ചെയ്യാ? ഇതില് വന്നില്ലേ ഈ മെയിൻ റോഡില്ലേ, അതിന്റെ താഴെ ഈ വെള്ളം നൂല് പോലെയാണ് അങ്ങ് കേറി ഈ റോഡ് പിടിച്ചാ പോന്നെ. അങ്ങനെയാണ്. നിങ്ങൾ ഈ ഭാഗത്തൊക്കെ ആന ഉണ്ടാവൂലേ? പിന്നെ
ആണല്ലേ ഞങ്ങളെ മുറ്റത്ത് വരെ വന്നു. പിന്നെ പകലും അല്ലേ? പകല് ചില സമയം ചിലപ്പോ ഇതെങ്ങാ പോണ്ടത് തിരിയൂല, അങ്ങനെ ഇറങ്ങിപ്പോവും. അങ്ങനെ അന്നേരം ആ വഴിയെല്ലാം ഇങ്ങനെ അങ്ങോട്ടേക്ക് കയറി പോകുന്നത്. ആ ചിലപ്പോ അങ്ങനെ വിട്ടുപോരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ എല്ലാരും ഒരു പ്രാവശ്യം ആനയുടെ മുമ്പിൽ പെട്ടിട്ടുണ്ട്. എന്റെ അമ്മോ, ഞങ്ങൾ വീട്ടില് പുറകില് ആ മാങ്ങയുള്ള സമയത്തില്ലേ, വീട്ടില് പിന്നെ പുറകില് വന്ന് നിക്കുന്നേ, ജനല് തുറന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇതിങ്ങനെ ഞങ്ങൾ തന്നെ നോക്കുക. പട്ടി ചെന്നിട്ട് ഇങ്ങനെ ഇതിന് മുത്തില്ലാന്ന്, ഈ പട്ടിന്റെ പുറകെ ഇതിങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ എന്നിട്ട് റോഡിൽ ഉള്ള പ്ലേറ്റും ഇതൊക്കെ മുട്ടിയിട്ട് ഞങ്ങൾ ഓടിച്ചു അതിനെ. എന്നിട്ട് അവിടുന്ന് ഒരു ചിഹ്നം വിളിയും കഴിഞ്ഞിട്ട് അങ്ങോട്ടാ പോയത്. വലിയ കൂറ്റനാന. ഇപ്പം വരെ അടയാളം. രാവിലെ സ്കൂളിൽ പോകുന്നൊക്കെയോ? അത് വണ്ടി വരും. ആ വണ്ടിക്കാ പോകുന്നത്. നടന്നൊന്നും പോകാനൊക്കെ ഒന്നുമില്ല, നടന്നു പോകാൻ പറ്റില്ല, വണ്ടി വരും. അവിടുന്ന് നോക്കിയാൽ ആ കുന്നിന് ആന കാണാം. അങ്ങനെയാ ഇവരെല്ലാം കാണും ആനനെ. അങ്ങനെ ഓടിക്കുന്ന ദിവസം ഓടിച്ചിട്ട് ഇവിടം വരെ വരും. പിന്നെ ആന ഈ വട്ടക്കാട്ടിൽ തന്നെ അതെ നിൽക്കുള്ളൂ. നമുക്ക് ഈ പ്രദേശത്ത് ആൾക്കാർക്ക് ഭയങ്കര പേടിയാക്കി രാത്രി. ആന ഇവിടം വരെയാ ഓടുന്നത്. അവർക്ക് ദാഹവും വിശപ്പും വരുമ്പോ ഇവിടെ അങ്ങനെ തെളിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോഴേക്ക് അവര് ദാഹവും വിശപ്പും വരും, അവരങ്ങ് പോകും. അപ്പൊ പിന്നെ ആന തിരിഞ്ഞോടും അങ്ങോട്ട് തന്നെ. ഈ കാടൊക്കെ തെളിഞ്ഞാൽ തന്നെ കുറെ വ്യത്യാസം. അതെ, കാട് തെളിഞ്ഞാൽ ഞങ്ങൾക്കും കാണാം, ആന അങ്ങ് വിട്ടുപോവുകയും ചെയ്യും. അതിന് കാട് തെളിയുന്നില്ല. ഇതാട്ടോ, ഇത് ഇവിടെ ഈ ഭാഗത്തും ഈ ഇങ്ങോട്ടൊക്കെയാണ് ഇവരുടെ വീടുകളും കാര്യങ്ങളും ഉള്ളത്. നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മുകളിലായിട്ടുള്ള ഏരിയ ഇതുണ്ടോ, അതാണ് ചേച്ചിമാരുടെ പൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വഴി കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഈ വീട്ടിലൊക്കെ താമസമുള്ള അല്ലേ? നമ്മൾ പോയത് ഈ ഭാഗത്തായിട്ടല്ലേ? ഇവിടെ കേട്ടോ, ഇവിടെയാണ് നമ്മൾ വെള്ളം എടുക്കാനായിട്ട് പോയത്. പ്രദേശത്തിൻ്റെ ഒരു സ്ഥിതി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ നോക്കിയാൽ കാണുന്നില്ല. ആന ഈ കാടിൽ ഇവിടെ താഴെ സ്ഥിരം ഉണ്ടാവും കേട്ടോ. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വെള്ളം എടുക്കാൻ പോകുന്നതും. വേറെ നിവൃത്തിയില്ല. എൻ്റെ ഒരു യശോദ, ഇവിടെ കുടിവെള്ളത്തിനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. വേനലാകുമ്പോൾ തീരെ വെള്ളം ഉണ്ടാവില്ല. ആനേനെ കൊണ്ട് ഭയങ്കര ശല്യം. ആന, രാത്രി പന്നി എല്ലാം ശല്യമാണ്. പിന്നെ പകല് നമുക്ക് വീട്ടിൻ്റെ അകത്ത് ഒരു സാധനം കൊണ്ട് വെക്കാൻ പറ്റുന്നില്ല, കുരങ്ങന്മാരെ കൊണ്ട്. കുരങ്ങ് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ പണിയും കയറി വരുമ്പോഴത്തേനും ഒരു സാധനം വെച്ചിട്ടില്ല. എല്ലാം വന്നിട്ട് പിന്നെ തിന്ന് നശിപ്പിച്ച്, അരി വരെ തിന്നിട്ട്, അരി, ഗോതമ്പ്, പിന്നെ തക്കാളി, പച്ചമുളക്, ഇങ്ങനെ സാധനം തികച്ചും തിന്ന് നശിപ്പിച്ച്. പിന്നെ പണിയെടുത്ത് പുറത്ത് പണിക്ക് പോയിട്ട് കൊണ്ടുവരുത്തുമ്പോൾ ഇങ്ങനെ നശിപ്പിക്കുന്നു. രാത്രിയിൽ പന്നി, ആനയും. പിന്നെ പകൽ എല്ലാം ആകുമ്പം കുടിവെള്ളത്തിനാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്കിവിടെ. അതെല്ലാം ഒന്ന് പിന്നെ ആടിനെല്ലാം നമ്മൾ ഇതിനകത്തിട്ട് പിന്നെ പെരുമ്പാമ്പ് 2 ആടിനെ തന്നെ തിന്നു കളഞ്ഞ്. അതെല്ലാം ഉണ്ട് ഇതിനകത്ത്. അതിനെ കൊണ്ടെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. 10-12 കിലോ തൂക്കമുള്ള ആടിനെ ഇപ്പം അടുത്ത് ഓണത്തിന് 2-3 ദിവസം മുന്നേ കാണാണ്ടായത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്ക് ബുദ്ധിമുട്ട് തന്നെ ഇവിടെ ജീവിക്കാന്. പെരുമ്പാമ്പ് നേരിട്ട് പിടിച്ചത് കണ്ടിട്ടുണ്ടല്ലേ? ഒന്നിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, പിടിച്ചിട്ട് കൊണ്ടുപോയത്. രണ്ടാമത് ഇപ്പൊ ഓണത്തിന് 3-4 ദിവസം മുന്നേ കൊണ്ടുപോയത്. ഇങ്ങനത്തെ സ്ഥലമൊക്കെ പിന്നെ നമ്മൾ എത്ര ആളുണ്ട് സ്ഥലമൊന്നും ഇല്ലാത്തവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവർക്കൊക്കെ ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ കൊടുത്താൽ നല്ല ഉപകാരമായിരുന്നു. കാട് തെളിഞ്ഞു കിട്ടും. ആനയോ മൃഗങ്ങളൊന്നും ശല്യമൊന്നും ഉണ്ടാവൂല. അടുത്തടുത്ത് വീടുണ്ടെങ്കിൽ തന്നെ അടുത്തടുത്ത് വീടുണ്ടെങ്കിൽ തന്നെ അല്ല ST അല്ലാണ്ടും എല്ലാ ജാതിക്കാർക്കും കൊടുക്കണം എന്ന് എൻ്റെ ഒരു ഇത്. എത്ര നമുക്ക് മാത്രം തന്നിട്ടൊരു ഉപകാരം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എത്ര ആളുണ്ട് പിന്നെ സ്ഥലമില്ലാത്തവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും വെള്ളപ്പൊക്കം കയറിയിട്ടും ഉരുളുപൊട്ടും പിന്നെ പല മേഖലകളും ഇങ്ങനെ വെള്ളപ്പൊക്കം ഭയങ്കര ദുരിതം അനുഭവിക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ അവർക്കൊക്കെ ഈ ഭൂമി ഇങ്ങനെ പ്രദേശം കാട് കെട്ടി കൊടുത്താൽ നല്ലതായിരുന്നു. ഇവിടുന്ന് ഞങ്ങളോട് പറയും, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആനുകൂല്യങ്ങളുണ്ട്, അരിയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയും. ഇതെല്ലാം കിട്ടിയിട്ട് എന്താ കാര്യം? ആനുകൂല്യങ്ങളും കിട്ടിയിട്ടും കാര്യമില്ല. നമുക്ക് കുടിവെള്ളം തന്നെങ്കിലല്ലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഇവിടുന്ന് പറയാ, നിങ്ങൾക്ക് എന്താ ഇവിടെ 1 ഏക്കർ ഭൂമിയുണ്ട്, ഇഷ്ടംപോലെ ആനുകൂല്യങ്ങളുണ്ട്, റേഷൻ അരിയുണ്ട്, റേഷൻ അരിയും കൊണ്ട് തിന്നിട്ടിരുന്നാൽ മതി, കുടിവെള്ളം വേണ്ടേ? അതേ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന് എന്താ ചെയ്യുക? ഇവിടെ കുടിവെള്ളം ഇല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ പോകൂലേ ഇവിടുന്ന്? ഇപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു പിന്നെ വെള്ളം വെക്കുന്ന ടാങ്കില്ലേ, എത്രയോ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് തുടങ്ങുകൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കിട്ടി. അതിനകത്ത് വെള്ളം ശേഖരിക്കാൻ ഇപ്പം വെള്ളവും ഇല്ല. എല്ലാം നെഴുന്നു പോയില്ലേ, ആന വന്ന് ചവിട്ടി മെതിച്ച്. പിന്നെ എന്ത് ചെയ്യാനാ? ഇപ്പം നമ്മൾ ആ ഒരു ചേച്ചിമാർ സംസാരിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ അവർ കുടിവെള്ളം എടുക്കാൻ പോകുന്ന ആ ഒരു പ്രദേശമൊക്കെ നേരിട്ട് പോയി കണ്ടു കേട്ടോ. വളരെ ഭീകരം എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്കൊന്നും അതിൻ്റെ അകത്തൊന്നും ഒന്നും പറയാനില്ല. കാരണം അതൊക്കെ അനുഭവിച്ച് നോക്കണം. കാരണം അവർ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ.
ആനപ്പിണ്ടവും ആനമൂത്രവും അതുപോലെ തന്നെ പട്ടി, ആട്, പശു, പിന്നെ സാമൂഹ്യ വിരുദ്ധർ, ഇവരെല്ലാവരും നശിപ്പിക്കുന്ന അല്ലെങ്കിൽ വൃത്തികേടാക്കുന്ന ഒരു വെള്ളം, അതാണ് ഈ പാവം പിടിച്ച മനുഷ്യർ അവിടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, കുടിക്കാനും കുളിക്കാനും ഒക്കെ. അപ്പോൾ ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, അവർ തന്നെ പറയുക പുറമേ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ വെള്ളം കുടിക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥ. ഏറ്റവും ബേസിക്കായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു ആവശ്യമാണ് ശ്വസിക്കാനായിട്ട് ശുദ്ധമായ വായു, ഭക്ഷിക്കാനായിട്ട് ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, പാർപ്പിടം എന്നൊക്കെയുള്ള അതൊക്കെ ബേസിക് നെസസിറ്റീസിൽ പെട്ട കാര്യങ്ങളാണ്. അതാണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇല്ലാതെ പോകുന്നത് കേട്ടോ. വളരെ ഇത്രയൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇവർ എന്നെ വിളിച്ചതാണ് ഇങ്ങോട്ട്, അപ്പോൾ ഇതൊന്ന് ഞങ്ങളുടെ ഈ പ്രശ്നം ഒന്ന് കാണിച്ചു കൊടുക്കാവുന്ന. അപ്പോൾ അവരുടെ പ്രശ്നം എന്നാന്ന് അവർക്ക് കിണറില്ലാത്തതുകൊണ്ട് അവർ അവിടെ ഉള്ള ഒരു ചെറിയൊരു കുളം പോലെയുണ്ട്, ആ ഒരു പ്രദേശത്തു നിന്നാണ് അവർ പൈപ്പിട്ടാണ്. ആ പൈപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു 1/4 കിലോമീറ്റർ അവരിങ്ങനെ നടന്ന് പോയിട്ട് വേണം ചെയ്യാൻ. ആ പോകുന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടാണ്. സ്ഥിരം കാട്ടാനയുള്ള പ്രദേശമാണ്. പലപ്പോഴും ഒത്തിരി പ്രാവശ്യം അവരൊന്നും എണ്ണം പോലും അവർ വെച്ചിട്ടില്ല. ആനകൾ അവരെ ഓടിച്ചിട്ടുണ്ട്. പലരും ആനയുടെ മുമ്പിൽ നിന്ന് തലനാരിക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ പോകുമ്പോൾ പോലും 4 പേരൊക്കെ ഒരുമിച്ച് പോകുമെന്ന് പറയും. കാരണം ഒറ്റയ്ക്ക് പോകാൻ വിളിച്ചു പോയാൽ കേൾക്കാൻ പോലും അടുത്തൊന്നും ആളുകളില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ കുടിവെള്ളമാണ് അവർക്ക് മെയിനായിട്ടല്ല അത്യാവശ്യം. മാത്രമല്ല അവർ ആ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണ്. അത്രത്തോളം ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് പോലും പകൽ ഇതിൽ സഞ്ചരിച്ചപ്പോൾ ഒരു 2 മനസ്സായിരുന്നു, പോകണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പം അവരുടെ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് മാത്രം ഞാൻ അവരുടെ കൂടെ പോയാണ്. പക്ഷേ എന്നാലും അവരെ നമിക്കണം കേട്ടോ, ആ സ്ത്രീകളെ നമിക്കണം. കാരണം ആ സ്ത്രീകൾ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോയത്. ആണുങ്ങളൊക്കെ അല്ലെങ്കിൽ പുരുഷന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ചിന്തിക്കാം. പക്ഷേ ഇവർ ഒറ്റയ്ക്കാണ് ആ ഒരു വെള്ളം എടുക്കാനായിട്ടും ആ വെള്ളം തിരിക്കാനായിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഒരു 100 പ്രാവശ്യം പൈപ്പിൽ എയർ കുടുങ്ങി വെള്ളം ഇല്ലാണ്ടായി പോകും. അതൊക്കെ പൊട്ടി ശരിയാക്കി അതല്ല പറഞ്ഞാൽ 5 പ്രാവശ്യം ശരിയാക്കി 1 പ്രാവശ്യം വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, വെള്ളത്തിൻ്റെയൊക്കെ വില മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ കാണണം കേട്ടോ. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടാൽ മതി. കുടിവെള്ളത്തിൻ്റെ വില നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ സൊമാലിയയിലോട്ടോ എത്യോപ്യയിലോട്ടോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. കുടിവെള്ളത്തിൻ്റെ ആ ഒരു അത്യാവശ്യം അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ ആ ഒരു മൂല്യമൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നാൽ മതി. ഇവരുടെ ഈ അവസ്ഥ മാത്രം നമ്മളൊന്ന് കണ്ടാൽ മതി. വല്ലാത്ത അവസ്ഥ തന്നെ. എത്രയും പെട്ടെന്ന് അവർക്ക് കുടിവെള്ളത്തിൻ്റെ കാര്യം ശരിയാക്കി കൊടുക്കുക. അവർ തന്നെ പറഞ്ഞു കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് മിക്ക ആളുകളും ആനശല്യം ഒരു സൈഡിൽ, അതിൻ്റെ കൂടെ വെള്ളവും കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ പകൽ പെരയ്ക്കകത്തൊക്കെ കുരങ്ങ് കയറി നശിപ്പിക്കുന്നു. അതായത് പകലന്തിയോളം പണിയെടുത്ത് വീട്ടിൽ വരുമ്പോൾ അവർ വീട്ടിൽ അധ്വാനിച്ചുണ്ടാക്കി അല്ലെങ്കിൽ അധ്വാനിച്ച് മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ കുരങ്ങ് തിന്ന് തീർക്കുകയും കൂടെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ എത്ര അവസ്ഥയാണെന്നൊന്ന് ആലോചിക്കുക. ഒന്നാമതായി ഈ ചെറിയ കൂലിക്കാണ് ഇവർ പണിക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോൾ വലിയൊരു അവസ്ഥ തന്നെയാണ്. ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ പെരുമ്പാമ്പിൻ്റെ പ്രശ്നം. പെരുമ്പാമ്പ് ഇവരുടെ പല ആടുകളെയും പിടിച്ച സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു വല്ലാത്ത ഒരവസ്ഥയെ കൂടെയാണ് ഈ മനുഷ്യർ കടന്നു പോകുന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലെങ്കിലും ഒരു പരിഹാരം കാണുക. മാത്രമല്ല ഈ പോകുന്ന വഴികളൊക്കെ ഒന്ന് അവർക്ക് കുടിവെള്ളം ശരിയാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വഴികളെങ്കിലും തെളിച്ച് മൊത്തത്തിലൊന്ന് അപ്പുറം ഒരു ആന നിന്ന കാണാൻ പാകത്തിനെങ്കിലും ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരോട് ചെയ്യുന്നൊരു നന്മയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട്. അത്രയും പ്രായമുള്ള നമ്മളെ ഒക്കെ അമ്മമാരൊക്കെ ഇങ്ങനെ പോകുന്നെങ്കിൽ നമ്മളെ സഹിക്കും. ഏതായാലും വളരെ കഷ്ടം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇവരുടെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.